ഈ ഉദ്ഘാടന വേദിയിൽ ഇന്നിപ്പോൾ സ്വാഗത മാത്രമാണ് ബാക്കിയുള്ളത്. അവർ പ്രധാന വേദിയിൽ തയ്യാറായി നിൽപ്പുണ്ട്. നമ്മുടെ പ്രതിനിധികളായ ശ്രീജിത്തും ഹരീഷുമുണ്ട്. ഹരീഷേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞതുപോലെ ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇത്തവണ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 805ഓളം ടീമുകളെയൊക്കെ സജ്ജമാക്കിയിട്ട് ആളുകളെയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് തൃശ്ശൂർ. ഇത്തവണ എന്തായാലും കപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ആവേശം തൃശ്ശൂരിനുണ്ട്. ഹരീഷിലും ആ ഒരു ആവേശം ഇന്നലെ മുതലേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണ, എന്ത് തോന്നുന്നു, ആര് കപ്പെടുക്കും? ഒപ്പം തന്നെ ഈ ഉദ്ഘാടന വേദിയിലെ ഇന്നത്തെ ഇനങ്ങൾ, കാരണം ഇന്ന് BK ഹരിനാരായണൻ്റെ സ്വാഗത ഗാനമുണ്ടല്ലോ, അതിൻ്റെ സ്വാഗത നൃത്തം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സൂചിപ്പിച്ച പോലെ തന്നെ പൂർണ്ണമായ ഒരു ആവേശം തൃശ്ശൂർ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൂര്യകാന്തി പൂർണ്ണമായും വിടരാൻ കാത്തിരിക്കുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 9 മണിയോടുകൂടി ഇവിടെ കലോത്സവ വേദിയിൽ പതാക ഉയരും. ഇവിടെ പൂർണ്ണ കാര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ രാജൻ തന്നെയുണ്ട് നമ്മളോടൊപ്പം. അദ്ദേഹം ചേരുകയാണ്. എത്രത്തോളം ആവേശത്തിലാണ് പൂരനഗരി ഇപ്പോൾ? പൂർണ്ണമായിട്ടും ആവേശത്തിലാണ്. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ വല്ലാത്ത അഭിമാനത്തിലും ആവേശത്തിലാണ്. കാരണം നാട് മുഴുവൻ ഒരു മനസ്സായിട്ട് ഇങ്ങോട്ട് ഒഴുകുകയാണ്. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ സ്വരാജ് റൗണ്ടിന്റെ നടുവിലുള്ള ഈ നമ്മുടെ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശൂർ പൂരത്തിന് ആതിഥേയമരുളുന്ന തേക്കിങ്ങാട് മൈതാനത്തിലേക്ക്, വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് വളരെ അഭിമാനപൂർവ്വം ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ ഒഴുകാൻ പോവുകയാണ്. 1,00,000 പേർ ഒരു ദിവസം കാണികളും കാഴ്ചക്കാരും ഒക്കെയായിട്ട് ഈ നഗരത്തിൽ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ല ഒരുക്കങ്ങളാണ് കഴിഞ്ഞ 2-3 മാസക്കാലമായി തയ്യാറാക്കിയിട്ടുള്ള സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ. ഇപ്പം നിങ്ങൾ പതാക ഉയർത്തുന്ന സ്ഥലം തന്നെ കണ്ടാലറിയാം. സാധാരണ ഒരു കൊടിമരത്തിന് പകരം 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ എല്ലാ തമ്പുരു മുതലെല്ലാം പേനയടക്കം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ബ്രഷ് അടക്കം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ചെലങ്കകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കലോത്സവത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള മിനിയേച്ചറാണ് പതാക ഉയർത്തൽ. അതെ, കൃത്യമായിട്ടുണ്ട്. ഇന്നിവിടെ ചെറുശ്ശേരിയും കുട്ടമ്മ അനിയന്മാരും നേതൃത്വം നൽകുന്ന പാണ്ടിമേള 100 കലാകാരന്മാരാണ് പങ്കെടുക്കുക. തൃശ്ശൂരിന്റെ തനത് പാണ്ടി അതിഗംഭീരമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. കുട്ടികൾ അങ്ങനെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കൊടകളുണ്ടാവും കുട്ടികൾക്ക് കാണാൻ വേണ്ടി, 64 കൊടകൾ. ഇന്നലെ പുലിക്കളി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കാണാൻ. ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ സ്വീകരിക്കുമ്പോൾ തന്നെ പുലിക്കളിയോടുകൂടി കണ്ടിരുന്നു. പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞങ്ങളൊരു തൃശ്ശൂർ പൂരത്തിന്റെ നടുക്കേക്ക് കയറുക പോലെയാണ്. കാരണം 2 സൈഡിലും കൊടകള്, പുലി, പാണ്ടിമേളം, ഇതെല്ലാം കൂടിയിട്ട് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വൈബായിരുന്നു. യുവജനോത്സവത്തിൽ തൃശ്ശൂർ സിഗ്നേച്ചർ ഒരു ഒപ്പ് ചാർത്തുകയാണെന്ന് വേണേൽ പറയാനില്ല. അർത്ഥമല്ലോ, നമ്മള് ഈ കലോത്സവങ്ങളൊക്കെ മലയാളിക്ക് മഹാപ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ളതാണ്. 1ാം കലോത്സവം മുതൽ 57 1ാം കലോത്സവം മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചാൽ എല്ലാം മലയാളിക്ക് ജീവിതകാലം മുഴുവൻ അതിന്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നിരവധികളായിട്ടുള്ള അനുഭവങ്ങളുടെ കേന്ദ്രമായിരുന്നു എല്ലാ സ്കൂൾ കലോത്സവങ്ങളും. ഈ സ്കൂൾ കലോത്സവം അങ്ങനെ ഗംഭീരമാകട്ടെ, പ്രതിഭകൾ വരട്ടെ, അവരുടെ പേരിൽ നാടറിയപ്പെടട്ടെ. പിന്നെ ഇവിടെ നിന്ന് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? കുഞ്ഞുങ്ങൾക്ക് സ്നേഹം, കുഞ്ഞുങ്ങളുടെ ബന്ധം, ഈ ലോകത്തേക്ക് അവർ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്കൂളിന്റെ മുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന മക്കൾ ലോകത്തിന്റെ മുറ്റത്ത് ഓടിക്കളിക്കാൻ വരികയാണ്. ഇവർക്ക് ഇനി ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ വളരെ വലുതായിരിക്കും. ഞങ്ങളൊക്കെ സ്കൂൾ യുവജനോത്സവത്തിന്റെ സമ്മാനം കിട്ടിയവരും പ്രതിഭകളും ഒക്കെ ആയിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇപ്പോഴും പ്രസംഗ മത്സരത്തിൽ ഒപ്പം മത്സരിച്ചവരുടെ അഡ്രസ്സ് പോലും ഞാൻ കാണാപ്പാടെ പറയാം. അങ്ങനെ എഴുതി അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ഗൃഹാതിരത്തെ സ്മരണകൾ വീരിയാണ്. ഗൃഹാതിരത്താണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്.